ആലുവ ചെങ്ങമനാട് ദേശം സ്വദേശിയായ 14 വയസ്സുകാരനെ കാണാനില്ല. ഇന്നലെ രാത്രി കത്തെഴുതി വെച്ച് വീട് പിടിക്കുകയായിരുന്നു. വിദ്യാധിരാജ വിദ്യാഭവനിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീദേവ് PS-നെയാണ് കാണാതായത്. സംഭവത്തിൽ നെടുമ്പാശ്ശേരി സ്റ്റേഷനിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 9809000199 എന്ന നമ്പറിലോ അറിയിക്കണം. കോഴിക്കോട് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ സുലൈമാൻ, നിസാർ എന്നിവരെയാണ് പിടികൂടിയത്. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വേഗ ഹോളിഡേയ്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം ആണ് എന്നാണ് വിവരം. ഇന്നലെ രാത്രിയായിരുന്നു 5 പേർ സ്ഥാപനത്തിൽ കയറി തലയ്ക്ക് നേരെ പിക്കാസ് വീശുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ജൂലൈ 19-ന് ബേപ്പൂർ സ്വദേശിനിയുടെ 36 പവൻ സ്വർണവുമായി കടന്നു കളഞ്ഞ പ്രതി മുംബൈയിൽ പിടിയിലായി. ആന്ധ്ര വിജയവാഡ സ്വദേശിനി തോട്ട ബാനു സൗജന്യയാണ് ഫറോക്ക് ACP AM സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം പിടികൂടിയത്. ജൂലൈ 17-ന് ബേപ്പൂർ സ്വദേശിനി ഗായത്രിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നതായിരുന്നു പ്രതി സൗജന്യയും ഗായത്രിയും ബാംഗ്ലൂർ സുരാനിയിൽ ഒരേ കോളേജിൽ പഠിക്കുകയായിരുന്നു. സൗഹൃദം മുതലെടുത്തായിരുന്നു മോഷണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലും സ്വാധീനം ഉറപ്പിക്കാൻ 2020. കൊല്ലത്ത് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട എല്ലാ പഞ്ചായത്തുകളിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പാർട്ടിയുടെ നീക്കം. ഏകദേശം 1.5 വർഷം മുമ്പാണ് പത്തനാപുരം കേന്ദ്രമായി 2020 പ്രവർത്തനം ആരംഭിച്ചത്. തലവൂർ, പത്തനാപുരം, പിറവന്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു മുന്നണികൾക്ക് മുന്നേ പഞ്ചായത്ത് കൺവെൻഷനുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. സ്വർണ്ണവിലയിൽ വീണ്ടും വൻ കുതിപ്പ്. 1 പവൻ സ്വർണ്ണത്തിന് 2440 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 12170 രൂപയും പവന് 97360 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണത്തിന് ചരിത്രത്തിൽ ആദ്യമായി 10,000 രൂപ കടന്ന് ഗ്രാമിന് 10,005 രൂപയായി. പവന് 80,040 രൂപയായി. ഇന്ന് 1 പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 1,05,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ $150 വർധനവാണ് ഉണ്ടായത്. ഇന്ത്യയിലും പ്രതിഫലിച്ചത് ഇതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇന്ന് കാണും. വൈറ്റ് ഹൗസിൽ ആണ് കൂടിക്കാഴ്ച. യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ ലഭ്യമാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപും സെലൻസ്കിയും ചർച്ച ചെയ്യും. ഗാസ സമാധാന പദ്ധതിയുടെ പ്രതിഫലനം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. ശക്തിയുടെയും നീതിയുടെയും ഭാഷ റഷ്യക്കെതിരെ അനിവാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിനെ ഫോണിൽ ബന്ധപ്പെട്ടു. യുക്രൈന് മിസൈൽ നൽകുന്നതിൽ റഷ്യ അതൃപ്തി പ്രകടിപ്പിച്ചുവെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. I did actually say, would you mind if I gave a couple of thousand Tomahawks to your opposition? I did say that to him. I said it just that way. He didn't like the idea. He really didn't like the idea. No, I said it that way. You have to be a little bit lighthearted sometimes, but no, he doesn't want Tomahawk is a vicious weapon. It's a vicious, offensive, incredibly destructive weapon. Nobody wants Tomahawk shot at him.